Hello guys, what's up gamers? Welcome back to Game King Ultra. സോ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസാണ് കളിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, തന്നെ ഫസ്റ്റ് എപ്പിസോഡാണ്. എല്ലാ എപ്പിസോഡിനും സെയിം തംബ്നെയിൽ തന്നെ ആയിരിക്കും ഗൈസ്. പേരിൽ എത്രാമത്തെ ഇഷ്യൂ ആണെന്ന് കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഫോണിൽ സ്പേസ് കുറവ്. അതുകൊണ്ട് ഒറ്റ തംബ്നെയിലിൽ തന്നെ ഞാൻ എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് കളിക്കാൻ തുടങ്ങാം. ഇവിടെ ഇത് റിയൽ മൈൻക്രാഫ്റ്റ് എഡിഷൻ അല്ല, മൈൻക്രാഫ്റ്റിൻ്റെ ഫേക്ക് എഡിഷൻ ആയിട്ടുള്ള ഇതൊരു ഗെയിമാണ്. ക്രാഫ്റ്റ് പ്രോ എന്നങ്ങാണ്ട പേര്, ക്രാഫ്റ്റ്സ്മാൻ അല്ല. ക്രാഫ്റ്റ്സ്മാൻ എക്സ്ട്രാ സ്പേസ് എടുക്കും. എൻ്റെ ഫോണിൽ ഒന്നാമത്തെ സ്പേസ് ഇല്ല ഗൈസ്, അതുകൊണ്ട് ഞാനിപ്പം ഇതാണ് യൂസ് ചെയ്യാറ്. അപ്പം നമുക്ക് ഗെയിം കളയാം. സർവൈവൽ സീരീസ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ റെക്കോർഡിങ്ങും സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഇതിന് വെള്ളമൊക്കെയാണ്, നമ്മൾ നല്ലൊരു സ്പോട്ടിൽ സ്പോൺ ചെയ്യാം. തുടക്കത്തിൽ തന്നെ നമുക്കിനി ഇത് വേണം, നമ്മുടെ ട്രീ വുഡ് താഴ്ന്നു പോകുന്നു. അവിടെ ഒരു ട്രീ കാണുന്നുണ്ട്. ട്രീ എടുത്തോടെ ഞാൻ എത്ര സമയം കൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഞാൻ ഇനിയും മൈൻക്രാഫ്റ്റിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യും. പെട്ടെന്ന് പൊട്ടുന്നുണ്ട്, പക്ഷേ ക്രാഫ്റ്റിംഗ് ലെവൽ ഉണ്ടാക്കിയ ഗൈസ്. എനിക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണം. ഇനിയും നമുക്കൊരു കുറച്ചും കൂടെ വുഡ് വേണ്ടി വരും. കുറച്ചും കൂടെ വുഡ് ഉണ്ടെങ്കിൽ നമുക്കിനി ബാക്കിയുള്ള പിക്കാക്സ് ആക്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. വുഡ് ഫുൾ നമ്മൾ പ്ലാങ്ക് ആക്കി. ആക്സ്, പിക്കാക്സ്, തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടുന്ന് വുഡ് എടുക്കാം. വുഡ് എടുത്ത് നമുക്ക് ബേസ് പണിയാൻ തുടങ്ങാം. സോറി ഗൈസ്. വീഡിയോ ചെറുതായിരിക്കും, ഞാൻ ചെറിയ വീഡിയോസ് ഇടാനാണ് ആലോചിക്കുന്നത്. കാരണം മൈൻക്രാഫ്റ്റ് പോലത്തെ ഗെയിംസ് ഡേറ്റ ലോഡിങ് എടുക്കാറുണ്ട്. മൊബൈൽ ഡേറ്റ അല്ല, സ്പേസ് MB GB എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ട് ഇട്ടാൽ എനിക്ക് സ്പേസ് കൂടുതൽ കിട്ടും. എനിക്കൊരു ഇത് കിട്ടി, സാപ്പിള്. നമ്മുടെ ബേസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് വുഡ് വേണ്ടി വരും. ഇപ്പോൾ 10 വുഡ് ഇട്ട് നമുക്ക് 40 പ്ലാങ്ക് കിട്ടും. കുറച്ചും കൂടെ വുഡ് എടുക്കണം. ഒരുപാട് വുഡ് വേണം എനിക്കിനി. എന്നാലല്ലേ ഗൈസ് നമുക്ക് ബേസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കുറേ നേരം എടുക്കും. അപ്പോഴത്തേക്ക് നിങ്ങളൊന്നും കൂടെ സബ് ചെയ്യുക. അത്യാവശ്യം വുഡ് കിട്ടിയെന്ന് തോന്നുന്നു, 10ഉം 13ഉം. ആപ്പിള് ഇതെല്ലാം പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുക.
ഒരുപാട് പ്ലാങ്ക്സ് കിട്ടും. ഒരു 23 വുഡ് കാണും. 23 × 4 എത്രയാണെന്ന് നോക്കണം. ഒരു ഡോർ ഉണ്ടാക്കാം. വൈറ്റ് ഡോർ ഉണ്ടാക്കി കുറേ ഉണ്ട്. നമ്മുടെ വീടിന്റെ പണി നടക്കണം. നമ്മളത് 3 ബ്ലോക്ക് വെച്ചിട്ട് പണിയാൻ തോന്നും. തൽക്കാലത്തേക്ക് മതി ഗൈസ്. അത് കൂടുന്തോറും ഡേയ്സ് കൂടുന്തോറും ഞാൻ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തോണ്ടിരിക്കും. ഇതാണ് ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരു പ്രോ ഗെയിമറാണ്. ഗൈസ് മിക്കവാറും വീട്ടിൽ ഇവിടെ തീരും. ഗൈസ് കുറച്ച് ബ്ലോക്ക് കൂടിപ്പോയി. എൻ്റെ റൂഫിൽ നമുക്ക് ഈ ബ്ലോക്ക് കിട്ടിയ സെക്കൻഡ് ഫ്ലോർ കൂടി ചെയ്യാം. ഈ പ്ലാൻ കിട്ടും. ചെറിയൊരു വീട് ഗൈസ്, അത്രേ ഉള്ളൂ. പക്ഷെ മോളിലെ ഫ്ലോറും കാണും. തീർന്നു. എങ്ങായി നമുക്ക് ഫില്ല് ചെയ്യാം. ഡോർ വെച്ച്. എൻ്റെ ഒരുപാട് ഡോറുണ്ടല്ലേ. കുറച്ച് ബ്രേക്ക്. മിക്കവാറും ഇപ്പം നൈറ്റ് ആവും. പെട്ടെന്ന് 5-6 ആടിനെ കൊല്ലണം. ഇവിടെ ഒരാട് വേണം കാശ്. എനിക്ക് ക്രിയേറ്റീവ് ട്രയൽ കളിക്കാൻ പോയ വേൾഡിൽ 10-15 ആട് ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഒറ്റൊരാട് പോലും ഇല്ല. ആടേ വെയിറ്റ്, ഒറ്റ ഹെൽ, അത് ആടാണോ? അല്ലല്ല. ഇനി ഭാഗ്യം കൂടി വീട്ടിൽ കയറാം. രാത്രി ക്രാഫ്റ്റിംഗ് ടേബിളും കൂടി എടുത്തേക്കും.
ഗൈസ് ഞാൻ ഇത്രയും ബിൽഡ് ചെയ്തു. ടോർച്ചും കൂടെ വേണമല്ലോ. തൽക്കാലത്തേക്ക് സ്ലാബ് ഉണ്ടാക്കാൻ കുറച്ച് ഈ സാധനവും വേണം. ഇരിക്കട്ടെ.